ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ശേഖർ കുര്യാക്കോസ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അതുകൂടി അദ്ദേഹം പറയുന്നത് കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഇതുവരെ ഇതേക്കുറിച്ച് സംസാരിച്ച ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യാം. ശേഖർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം ദുഷ്കരമായൊരു പ്രദേശമാണത്. അപകടകരമായ മേഖലയായി തുടരുന്നു. അതിതീവ്ര മഴയാണ് ഇനിയും അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനും മറ്റും ഏറ്റവും പുതിയ തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം അവിടെ ഉപയോഗിക്കേണ്ടത് ഉണ്ട് എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നു. നാളെ മുഖ്യമന്ത്രി തന്നെ അവിടെ എത്താൻ പോകുന്നു. പ്രവർത്തനങ്ങളെ അദ്ദേഹം നേരിട്ട് ഏകോപിപ്പിക്കുന്നു. അപ്പോൾ തെരച്ചിലിന് ആധുനിക ഉപകരണങ്ങളുടെ സംവിധാനം എത്തിക്കൽ, അതുപോലെ തന്നെ ബെയിലി പാലം പൂർത്തീകരിക്കൽ, അങ്ങനെ മാത്രം ഈ ഉപകരണങ്ങളൊക്കെ അവിടേക്ക് കൂടുതലായി എത്തിക്കാനാവും. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ശ്രമകരമായ പല ഉത്തരവാദിത്തങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുമ്പിലുണ്ട് താനും. അപ്പോൾ ആ നിലയിൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും നാളെ മുതലുള്ള പ്രവർത്തനങ്ങളെയും കുറിച്ച് ആളുകൾക്കറിയാൻ ആഗ്രഹമുണ്ട്. അതേക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്, ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾക്ക് ഈ ദുരന്തമുണ്ടായ 30-ാം തീയതി അതിരാവിലെ 2:40 ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഉള്ള അറിയിപ്പ് കിട്ടുന്നത്. അത് കിട്ടി ഏതാണ്ടൊരു അരമണിക്കൂറിനുള്ളിൽ ഈ വിവരം സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും റവന്യൂ മിനിസ്റ്ററുടെ ഓഫീസിനെയും ചീഫ് സെക്രട്ടറിയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ സെക്രട്ടറിയെയും അറിയിക്കുകയും ഞങ്ങൾ പലരും ഈ ഓഫീസിലേക്ക് ഏതാണ്ടൊരു 3:30 തന്നെ വന്ന് നമ്മൾ ആദ്യം NDRFൻ്റെ ഒരു സംഘത്തിനെ നമ്മൾ വളരെ മുന്നേ ജൂൺ മാസത്തിൽ തന്നെ കേരളത്തിൽ പ്രീ പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വയനാട്ടിൽ 9 സംഘത്തിനെ പ്രീ പൊസിഷൻ ചെയ്തിരുന്നു. അതിലൊരെണ്ണം വയനാട് തന്നെയായിരുന്നു. വയനാടിൻ്റെ ദുരന്ത സാധ്യതയെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമ്മൾക്കുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ അത്തരമൊരു തീരുമാനം കൈക്കൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ ആവശ്യം നമ്മൾ നൽകുന്നത് 12 ജൂണിനാണ്. ആ ആവശ്യത്തിൻ്റെ വെളിച്ചത്തിൽ 9 ടീം കേരളത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ സ്ഥിരമായി 2 സംഘങ്ങളാണുള്ളത്. തൃശ്ശൂരാണ് റീജിയണൽ റെസ്പോൺസ് സെൻറ്റർ തൽക്കാലം പ്രവർത്തിക്കുന്നത്. ആ റീജിയണൽ റെസ്പോൺസ് സെൻറ്ററിൽ 2 സംഘങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന് അധികമായിട്ടാണ് നമ്മൾ 7 സംഘങ്ങളെയും കൂടി ചോദിച്ചത്. അവർ വരികയും അവർ മറ്റു പ്രവർത്തനങ്ങൾ, സ്ഥലം പരിചയപ്പെടൽ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയും ചെയ്തു. അപ്പോൾ 30-ാം തീയതി നമ്മൾക്ക് NDRFൻ്റെ ഒരു സംഘം മതിയാവില്ല എന്ന മനസ്സിലാക്കലിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ തൊട്ടടുത്തുള്ള ജില്ലയിൽ നിന്ന് ഒരു സംഘത്തിനെയും കൂടി അങ്ങോട്ട് വിട്ടു, കോഴിക്കോട്. അപ്പോൾ കൊല്ലത്ത് താരതമ്യേന പ്രശ്നം ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന NDRF സംഘത്തിനെ നമ്മൾ കോഴിക്കോടേക്ക് മാറ്റി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്ത അവലോകന യോഗത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത്. നമ്മൾക്ക് ഒരു പകൽ വെളിച്ചം വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ബോധ്യപ്പെട്ടു ഇത് ഒരു വലിയ ദുരന്തമായിട്ടാണ് മാറുന്നത്. ആ മനസ്സിലാക്കലിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ണൂരുള്ള ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിൻ്റെ 2 സംഘത്തിനെ അങ്ങോട്ടേക്ക് വിടണം എന്ന നിർദ്ദേശം നൽകി. അപ്പോൾ അത് പ്രകാരം ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിൻ്റെ 2 സംഘവും അങ്ങോട്ട് പോയി. തൊട്ടടുത്തതായി നമ്മൾ എയർഫോഴ്സിൻ്റെ എയർ സോർട്ടി ആവശ്യമായി വരും എന്ന് കണ്ടുകൊണ്ട് എയർഫോഴ്സിൻ്റെ എയർ സോർട്ടിക്ക് വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശവും കൊടുത്തു. അതിനു പുറമെ നമ്മൾക്കവിടെ പാലം പോയതും എൻജിനീയറിംഗ് സംബന്ധമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നറിയാവുന്നതുകൊണ്ടും ഒക്കെ നമ്മൾ ബെയിലി ബ്രിഡ്ജ് പോലെയുള്ള സംവിധാനങ്ങൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ കഡാവർ ഡോഗ്സ്, ഈ മണം പിടിച്ച് മനുഷ്യരെ കണ്ടെത്താൻ പറ്റുന്ന നായ്ക്കളെ, അത് നമ്മളുടെ കേരള പോലീസിന് തന്നെ ഉണ്ട്. അവയെ ഉപയോഗപ്പെടുത്തുന്നതിന് പുറമെ അധികമായി പട്ടാളത്തിൻ്റെ നായ് സംഘങ്ങളെ കൂടി വേണം എന്നാവശ്യപ്പെട്ടു. ഇത് കൂടാതെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് വിനിയോഗിക്കാം എന്ന തലത്തിൽ നമ്മൾ ബാക്ക് എൻഡിൽ നിർത്തുകയാണ് ചെയ്തത്. റിലീഫ് അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ മറ്റു ഷോർട്ടേജുകളൊന്നുമില്ല. അപ്പോൾ സാധനങ്ങൾ ലഭ്യമാക്കാനോ ഒന്നും സാമ്പത്തികമായ പരിമിതികൾ നമ്മൾക്ക് ഈ വിഷയത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്നലെയും ഇന്നും ആവർത്തിച്ചു, ഈ CMDRFിലേക്ക് സാമ്പത്തിക സഹായമാണ് ഉചിതം. മറ്റ് റിലീഫുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഡോക്ടർ കൗശികനെ, കമ്മീഷണർ
ലാൻഡ് റവന്യൂവിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു വശത്ത് ഓപ്സ് നോക്കി നടത്തുന്നതിന് സാംബശിവറാവു IAS അവിടെ നിയോഗിച്ചിട്ടുണ്ട്. സേതുരാമൻ എന്ന DIG ആണ് അവിടുത്തെ ഓൺസൈറ്റ് ഇൻസിഡൻറ്റ് കമാൻഡർ. ഇവർക്കൊക്കെ പുറമെ ADGP അജിത് കുമാർ സാറും അവിടെയുണ്ട്. നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെയും സാമൂഹിക സന്നദ്ധ സേനയായ സിവിൽ ഡിഫൻസ് അല്ലെങ്കിൽ കൂടാതെ ആപദാമിത്ര, ഈ സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ ഫയർഫോഴ്സുമായി ചേർന്ന് അവരുടെ കീഴിൽ, ഫയർഫോഴ്സിൻ്റെ കീഴിലാണ് ഇവരുള്ളത്, വലിയ പ്രവർത്തനം ആ മേഖലയിൽ കാഴ്ചവെച്ചു. അപ്പോൾ നമ്മൾ കണ്ടത് ഏതാണ്ടൊരു ഉച്ചയോടുകൂടി ഏതാണ്ട് 1200 ആളുകൾ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാത്രം ഈ അപകടകരമായൊരു മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. പകല് തന്നെ അതിരാവിലെ 4 മണിക്ക് അവിടുന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ഹസാഡ് അനലിസ്റ്റായ അരുൺ ഈ മേപ്പാടി സ്കൂളിൻ്റെ അവിടെ പോയി നിന്നുകൊണ്ട് എനിക്ക് വീഡിയോ കോളിൽ അവിടുത്തെ സ്ഥിതി വിവരങ്ങൾ പറഞ്ഞു തരുമ്പോൾ ആ പ്രദേശത്ത് ചുരുങ്ങിയതൊരു 500 പേരെങ്കിലും, അപ്പോഴും അപകടം തരണം ചെയ്തിട്ടില്ല, ആ സാഹചര്യത്തിൽ പോലും അവിടെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിലുണ്ട്. അപ്പോൾ അവരുടെ ജീവനും സ്വത്തിനും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ട് അവരെ ആ പ്രദേശത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു. നിങ്ങൾ മലയുടെ ഭാഗത്തേക്ക് പോകരുത്, നീ പുഴ കടക്കാൻ അന്നേരം ശ്രമിക്കരുത്, പകൽ വെളിച്ചം വെടിയാതെ ചെയ്യരുത് എന്നും പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ കാണുന്ന, അപ്പോൾ ഇന്നലെ അത്തരമൊരു കേന്ദ്രീകൃതമായൊരു പ്രവർത്തനമാണ് നടത്തിയത്. പിന്നെ നമ്മൾ ഈ ഒരു മേഖല വളരെ ദുഷ്കരമാണ് ചെന്നെത്താൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് എത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഡ്രോൺ സൗകര്യം നമ്മൾ അവിടെ, നമ്മളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കുറച്ച് ഡ്രോണുകളുണ്ട്. പിന്നെ ഡ്രോൺ അസോസിയേഷൻ ഓഫ് കേരള അവിടെ സഹായത്തിന് വേണ്ടി മുന്നോട്ട് ചെന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് ലഭ്യമായ മറ്റ് സഹായങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് നമ്മൾ ചെയിൻ ടൈപ്പ് ഹിറ്റാച്ചി അവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ജാക്ക് ഹാമറുകളും ഹാൻഡ് ഹാമറുകളും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും അങ്ങോട്ട് എത്തിച്ചു, വയനാട്ടിൽ ലഭ്യമായതിന് പുറമെ. അപ്പോൾ ഈ ഒരു പ്രവർത്തനമാണ് അവിടെ വലിയ അളവിൽ നടന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് 30-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്ന് ഇവിടുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചു. ഞങ്ങളുടെ വൈസ് ചെയർമാനാണ് റവന്യൂ മന്ത്രി, അദ്ദേഹം നേരിട്ട് ഇവിടെ വരികയും അദ്ദേഹം ഇവിടെ ആലോചനകൾ നടത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം വയനാട്ടിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി പോവുകയും ചെയ്തു. അദ്ദേഹം വയനാടും നല്ല പരിചയമുള്ള ആളാണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ട് ഞങ്ങളെ നയിക്കുന്ന വൈസ് ചെയർമാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം വയനാട്ടിൽ വലിയ രീതിയിൽ പ്രയോജനപ്പെടും എന്ന് കണ്ടിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അങ്ങോട്ട് പോകാൻ നിർദ്ദേശിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ തലത്തിലും, മന്ത്രിസഭയുടെ തലത്തിൽ തുടങ്ങി ഏറ്റവും താഴെ പഞ്ചായത്ത് സംവിധാനം വരെ ഇടകലർന്ന് പ്രവർത്തിക്കുന്ന ഒരു നടപടിയാണുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പകല് നമ്മൾക്ക് ഏതെങ്കിലും പ്രദേശത്ത് ഈ അതിരാവിലെ ഏതെങ്കിലും പ്രദേശത്ത് ആളുകൾ പെട്ടുകിടപ്പുണ്ടോ എന്ന വിവരം ലഭ്യമല്ലായിരുന്നു. അപ്പോൾ അതിന് നമ്മൾക്കതിലൊരു വസ്തുനിഷ്ഠപരമായ വിവരം, ജീവനോടെ രക്ഷപ്പെട്ട ആളുകൾ എവിടെയാണ് എന്ന വിവരം ലഭ്യമാക്കിയത് ഈ പ്രദേശത്തെ തദ്ദേശ സ്ഥാപനത്തിലെ വാർഡ് മെമ്പർ നൂറുദ്ദീനാണ്. നൂറുദ്ദീൻ നേരിട്ട് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയെ ഇവിടെ വിളിക്കുകയും ഞങ്ങളുമായി സംസാരിക്കുകയും അതനുസരിച്ച് നമ്മൾക്ക് ആളുകൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന ഒരു മനസ്സിലാക്കലിന് സഹായകരമായി. അപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരംഭിച്ച് മന്ത്രിസഭ വരെയുള്ള സംവിധാനം കേന്ദ്ര സേനകളുടെ സഹായത്തോടു കൂടി, നമ്മളുടെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനം വരും ദിവസങ്ങളിലും തുടരേണ്ടി വരും. കുറച്ച് ദിവസങ്ങളിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മളുടെ മലപ്പുറത്ത് പോത്തുകൽ വരെയുള്ള പ്രദേശത്ത് നിന്ന് നമ്മൾക്ക് ഈ ദുരന്തത്തിൻ്റെ മനുഷ്യ ആഘാതമുണ്ടായ മരണപ്പെട്ട ആളുകളെ ലഭിക്കുകയുണ്ടായി. അവിടെ ശ്രീ PV അൻവർ MLA സാറിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. അദ്ദേഹം ഒരുപാട്
ആളുകളെ, ആ പ്രദേശത്തുള്ള ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കാട്ടിനുള്ളിൽ നിന്ന് പോലും പല ഭാഗത്തു നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി ഈ ബോഡി കണ്ടെത്തിയതും മറ്റും. അപ്പോൾ ഒരു ജില്ലയല്ല, 4-5 ജില്ലകൾ വയനാടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. 2 തൊട്ടടുത്തുള്ള മലപ്പുറം ജില്ലയിൽ പോലും രക്ഷാപ്രവർത്തകരും അവിടുത്തെ NDRFും അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇനിയും അത് തുടരും. വരും ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സേനകൾ, NDRF, ആർമി, MEG, കോസ്റ്റ് ഗാർഡ്, നേവി, എയർഫോഴ്സ് ഇവരെല്ലാം വളരെ അധികം നമ്മളുടെ കൂടെ പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലെ അഡീഷണൽ സെക്രട്ടറി ശ്രീ സഞ്ജീവ് ജിൻഡൽ ജി, കൂടാതെ NDMAയുടെ തലവനായ രാജേന്ദ്ര സിംഗ് ജി, ലഫ്റ്റനൻറ്റ് ജനറൽ അട്ട ഹസ്നൈൻ, അങ്ങനെ ശ്രീ കൃഷ്ണവത്സ NDMAയിലെ മെമ്പർ, പിന്നെ നമ്മളുടെ NDRFിൻ്റെ സംഘത്തിൻ്റെ തലവൻ, NDRFിൻ്റെ DG പീയൂഷ് ആനന്ദ്, ഇവരെല്ലാം തന്നെ ഓരോ ആവശ്യവും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതിന് അപ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടുന്ന സഹായം ലഭ്യമാക്കുകയാണ് ചെയ്തത്. ഇതിനു പുറമെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ അവലോകന യോഗത്തിൽ NDMA നമ്മൾ ഷിരൂർ ദുരന്തത്തിൻ്റെ സമയത്ത് ഉപയോഗിച്ച IBOD സംവിധാനം ആവശ്യമുണ്ടോ എന്ന് ആരായുകയും നമ്മൾ വേണമെന്ന് പറയുകയും അതനുസരിച്ച് മേജർ ജനറൽ ഇന്ദ്രപാലൻ്റെ സഹായം ചോദിക്കാനായി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ റിക്വസിഷൻ ഇന്ന് പോകും, നാളേക്കായിരിക്കും ആ സംവിധാനങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റുക. അവിടെ ചില ഭാഗങ്ങളിലെങ്കിലും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ അടിഞ്ഞു പോയിട്ടുണ്ട്, മൊത്തത്തിൽ തന്നെ ഇരുന്നു പോയിട്ടുണ്ട്, മണ്ണും കല്ലുമൊക്കെ വന്ന് അതിൻ്റെ മുകളിലേക്ക് വീണിട്ട്. അപ്പോൾ അങ്ങനത്തെ കെട്ടിടങ്ങളുടെ ഉള്ളിലുമൊക്കെ ആരെങ്കിലും ഇനിയും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നത് പരിശോധിക്കാൻ അത് സഹായകരമായിരിക്കും. ഇന്ന് അത് ഉപയോഗിക്കാവുന്നൊരു സാഹചര്യമല്ല. ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു, നാളത്തേക്ക് അത് കേരളത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന്